എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി സ്വഹാബത്ത് പഠിപ്പിച്ചതെന്ന വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ചവനാണ് അല്ലാഹു. അവനാണ് ഇവിടെ സർവ്വതും സൃഷ്ടിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുന്നുള്ളൂ. ഇതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. എല്ലാം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. ആര് സഹായിച്ചാലും എങ്ങനെ സഹായം ലഭിച്ചാലും അതെല്ലാം യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് അല്ലാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസമാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ അല്ലാഹുവിൽ നിന്ന് സഹായം ലഭിക്കുവാനുള്ള കാരണങ്ങൾ, നിമിത്തങ്ങളാണ് മഹാന്മാർ. ഭൗതികവും അഭൗതികവുമായ ധാരാളം നിമിത്തങ്ങളുണ്ട്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ എന്നെ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതേ സമയത്ത് രോഗമാകുമ്പോൾ നാം ഡോക്ടറെ സമീപിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ വിശ്വാസത്തിനെതിരല്ല. അല്ലാഹു തആല രോഗം സുഖപ്പെടുത്തുവാൻ അവൻ നിമിത്തമാക്കി വെച്ചതാണ് മരുന്നുകൾ, അവൻ നിമിത്തമാക്കി വെച്ചതാണ് ഇവിടെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസം. അതുകൊണ്ട് തന്നെ മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും അവര് നമ്മെ സഹായിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പലപ്പോഴും സഹായം ചോദിച്ചിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബത്ത് പല ഘട്ടങ്ങളിലും വിഷമവും പ്രയാസവും വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ റൗള ഷരീഫിന്റെ ചാരെ ഇന്നും നമുക്ക് ചെന്ന് നോക്കിയാൽ റൗള ഷരീഫിന്റെ ചാരെ ധാരാളം പദ്യങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഖസീദത്തുൽ ബുർദ തീർത്തും റൗള ഷരീഫിന്റെ ചുമരിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പിൽക്കാലത്ത് അവിടുത്തെ ഭരണപരമായ മാറ്റങ്ങളും അവരുടെ വിശ്വാസത്തിൽ വന്ന മാറ്റങ്ങളുമൊക്കെ കാരണമായി അത് മായ്ക്കപ്പെട്ടുപോയി. പക്ഷേ ഇന്നും പരിശുദ്ധ റൗള ഷരീഫിന്റെ സമീപം ചെന്നു കഴിഞ്ഞാൽ ഇപ്പോഴും മായ്ക്കപ്പെടാതെ കിടക്കുന്ന രണ്ട് കവിത ഇപ്പോഴും നമുക്ക് അവിടെ കാണാൻ കഴിയും. അതെന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിസന്ധി ഘട്ടം സ്വഹാബത്തിന് വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സഹായിച്ചതെടുത്ത് പറയുന്ന, അവിടുന്ന് സഹായിച്ചതിന്റെ നേർ സാക്ഷ്യം എടുത്തു പറയുന്ന രണ്ട് കവിതകൾ ഇപ്പോഴും നമുക്ക് അവിടെ കാണാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്ന ആ കവിതാശകലങ്ങൾ ഇപ്പോഴും നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്തായിരുന്നു അത്? യമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിയതൻ മിൻ ഇസ്ബഇഹി ഫറവൽ ജയ്ഷ ബിൽ മദദി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഓ ഹബീബായ നബിയെ, ജനങ്ങളൊക്കെ വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. സ്വഹാബത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി. 1400ഓളം വരുന്ന സ്വഹാബത്തുള്ള ആ സംഘത്തിന് മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ വെള്ളത്തിന്റെ ദൗർലഭ്യം അനുഭവപ്പെട്ടു. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുഅ്ജിസത്ത് കൊണ്ട്, അമാനുഷിക സിദ്ധി കൊണ്ട് അവർക്ക് വെള്ളം കൊടുക്കുകയാണ്. അവരുടെ പാത്രങ്ങൾ മുഴുവനും, തോൽപാത്രം മുഴുവനും കാലിയായ പാത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൈവിരല് പാത്രത്തിലേക്ക് വെച്ചപ്പോൾ അവിടുത്തെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ വെള്ളം ഒഴുകുകയാണ്. എല്ലാവർക്കും അവരുടെ പാത്രം നിറയെ വെള്ളം കിട്ടി. ആ സംഭവം വിവരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, എന്ന് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങളന്ന് 1400ഓളം പേരുണ്ടായിരുന്നു. ഞങ്ങളന്ന് 1,40,000 പേരാണെങ്കിലും എല്ലാവർക്കും മതിയാകുന്ന തരത്തിൽ വെള്ളം അവിടുന്ന് ലഭിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതകരമായ സ്വഹാബത്തിനെ സഹായിച്ചതിന്റെ നേർസാക്ഷ്യമാണ് ഇന്നും റൗള ഷരീഫിന്റെ ചുമരിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ആ കവിതയിലൂടെ പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവിടെ സ്വഹാബത്തിന് വെള്ളം കൊടുത്തത്. അല്ലാഹു തആലയാണ് അവിടെ വെള്ളത്തെ സൃഷ്ടിച്ചത്. പക്ഷേ അല്ലാഹു തആല സൃഷ്ടിക്കുവാനുള്ള നിമിത്തമായി വർത്തിച്ചത് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
അഹ്ലുസുന്ന വൽ ജമാഅ വളരെ കൃത്യമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസമാണ്, ഒരു മാറ്റവുമില്ല. ഇത് തന്നെയാണ് സ്വഹാബത്ത് പഠിപ്പിച്ചതും, ഇത് തന്നെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടി, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഖവാരിജുകൾ എന്ന് പറയുന്ന പിഴച്ച കക്ഷികൾ കടന്നു വന്നിരുന്നു. ആ ഖവാരിജുകളാണ് ബഹുമാനപ്പെട്ട സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞത്. അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയുന്നതിന് ഗൂഢാലോചന നടത്തി ആക്രമണം അയച്ചുവിട്ടത് ഖവാരിജുകൾ എന്ന് പറയുന്ന കക്ഷികളാണ്. അതിനുശേഷം ഖവാരിജുകൾക്ക് ശേഷം വന്നിട്ടുള്ള റാഫിദത്ത് എന്ന് പറയുന്ന മറ്റൊരു പുത്തൻവാദികൾ ഉണ്ടായിരുന്നു. അവർ ബഹുമാനപ്പെട്ട സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും ആ മഹാന്മാർ പിഴച്ചവരാണെന്നും അവരൊക്കെ നരകത്തിന്റെ അവകാശികളാണെന്നും ഇവിടെ വാദിച്ചവരാണ് റാഫിദത്ത് എന്ന് പറയുന്ന കക്ഷികൾ. ആ റാഫിദത്ത് ഇവിടെ കടന്നു വന്ന് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ മാരകമായ അബദ്ധങ്ങൾ കൊണ്ടുവന്നവരാണ് റാഫിദത്ത് എന്ന് പറയുന്ന കക്ഷികൾ. അവരിവിടെ പഠിപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൈയുണ്ടെന്നും അവയവങ്ങളുണ്ടെന്നും ശരീരമുണ്ടെന്നുമൊക്കെ, അതുപോലെ അല്ലാഹു തആല അർശിന്റെ മുകളിൽ ഇരിക്കുകയാണെന്ന് എന്ന തരത്തിലുള്ള വ്യാജമായ വിശ്വാസങ്ങൾ ആദ്യമായി ഇവിടെ പ്രചരിപ്പിച്ചത് റാഫിദത്ത് എന്ന് പറയുന്ന കക്ഷികളാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് പോറ്റി വളർത്തുന്ന ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവാണെന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നത്. അതാണ് യുക്തിഭദ്രമായ വിശ്വാസവും. ആ വിശ്വാസത്തെ നേരിടാൻ, യുക്തി കൊണ്ട് നേരിടാൻ ഒരു യുക്തിവാദിക്കും സാധ്യമല്ല, ഒരു നിരീശ്വരവാദിക്കും സാധ്യമല്ല. ഈ മഹാപ്രപഞ്ചത്തെ പടച്ചവ ഒരു സൃഷ്ടാവുണ്ടെന്നും അവൻ തീർത്തും അനാദിയാണെന്നും അവന്റെ ഉണ്മക്ക് തുടക്കമില്ലെന്നും അവന്റെ ഉണ്മക്ക് അന്ത്യമില്ലെന്നും അവൻ എല്ലാ സൃഷ്ടികളിൽ നിന്നും പൂർണ്ണമായും ഒരു നിലക്കും ഒരു സൃഷ്ടിയെയും ആശ്രയിക്കാത്ത നിരാശ്രയനാണെന്നൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅ അല്ലാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നു. ആ വിശ്വാസം വളരെ കൃത്യവും യുക്തിഭദ്രവുമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഒരു നിരീശ്വരവാദിക്കും സാധ്യമല്ല. എന്നാൽ ഈ വിശ്വാസത്തിൽ കളങ്കം വരുത്തി അല്ലാഹു തആല അർശിന്റെ മേലിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അല്ലാഹു തആല അർശിനെ പടച്ചു. ആ അർശിനെ പടച്ചവനാരാണ്? അല്ലാഹു തആലയാണ്. അർശിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു എവിടെയായിരുന്നു എന്നവര് ചോദ്യം യുക്തിവാദി ചോദിക്കുമ്പോൾ ഈ തരത്തിൽ വിശ്വാസ വൈകല്യം കൊണ്ടുവന്ന റാഫിദത്തും ആ റാഫിദത്തിന്റെ അതേ വിശ്വാസം ഇന്ന് കടമെടുത്തുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വഹാബികളും ഈ വിഷയത്തിൽ ഉത്തരം മുട്ടുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ തരത്തിൽ റാഫിദത്തും ഖവാരിജുകളും മുഅ്തസിലത്തും ഒക്കെ കഴിഞ്ഞ കാലത്ത് ധാരാളം വിശ്വാസ വൈകല്യങ്ങൾ സംഭവിച്ച പുത്തൻവാദികൾ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞുപോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അവരുടെ അതേ പാത സ്വീകരിക്കുന്നവരാണ് വഹാബികൾ, അതേ പാത സ്വീകരിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ. അതോടൊപ്പം നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാനും നമ്മെ ഈമാനിന്റെ വടിയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു തരം കക്ഷികളാണ് കള്ളത്തുരീഖത്തുകാരെന്ന് പറയുന്ന കക്ഷികൾ. അവർ ആത്മീയമായ മുസ്ലിമീങ്ങളുടെ ആവേശത്തെ ചൂഷണം ചെയ്യുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള ചൂഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളത്തുരീഖത്തുകാർ അവർ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വടിയിൽ നിന്ന്, യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് കുഫറിന്റെ വിശ്വാസത്തിലേക്ക് വരെ മഹാന്മാരായ ഔലിയാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ്. അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്ന ശരിയായ വിശ്വാസം ഇവിടെ പഠിപ്പിക്കുന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരാണ്, സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ശരിയായ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് ഒരു കള്ളത്തുരീഖത്തുകാരനും നമ്മുടെ ഈമാനും ഹിദായത്തും പണയം വെക്കാൻ നാം തയ്യാറാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിലും ലോകതലത്തിലും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സകല പുത്തൻവാദങ്ങളുടെയും മുനയൊടിച്ചുകൊണ്ട് അവരുടെ പുത്തൻവാദത്തിന്റെ വ്യാജ പ്രചാരണങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട്
പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസം വളരെ വ്യക്തമായി പ്രമാണസഹിതം വിശദീകരിച്ചുകൊണ്ട് 126ഓളം സോൺ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആദർശ സമ്മേളനങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. തർക്കമില്ലാതെ തുടർന്നു വരികയും ചെയ്യുന്നതാണ് നമ്മുടെ കേരളത്തിന്റെ പാരമ്പര്യം എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിൽ ഛിദ്രത വരുത്തിയതാണ് പുത്തൻവാദികൾ, വഹാബികളും മൗദൂദികളും, അതുപോലെ തന്നെ മുൻകാലത്തുള്ള ഖവാരിജുകളും മുഅ്തസിലുകളും റാഫിദുകളും തുടങ്ങിയ നിരവധി പിഴച്ച കക്ഷികൾ ഇസ്ലാമിക വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും എപ്രകാരമായിരുന്നുവോ വികലപ്പെടുത്തിയിരുന്നത്, അതുപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വികലപ്പെടുത്തുന്നവരാണ് കള്ളത്വരീഖത്തുകാർ എന്ന് പറയുന്ന കക്ഷികൾ. ധാരാളം നാശങ്ങൾ അത്തരക്കാരിലൂടെ ഉണ്ടായിട്ടുണ്ട്. ആ കള്ളത്വരീഖത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്, അത് ഏത് കള്ളത്വരീഖത്ത് എക്കാലത്ത് വന്നാലും അവരുടെയൊക്കെയും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്ത് അമ്പിയാക്കളും അവർക്ക് ശേഷമുള്ള സ്വഹാബത്തും താബിഉകളും 4 മദ്ഹബിന്റെ ഇമാമുകളും അവർക്ക് ശേഷമുള്ള ഇമാമുകളും അങ്ങനെ കഴിഞ്ഞു വന്ന് ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹിയും അതിനുശേഷം വന്ന ഇബ്നു ഹജറുൽ ഹൈതമിയും ഇമാം റംലിയും അവർക്ക് ശേഷമുള്ള നമ്മുടെ തന്നെ കേരളക്കാരൻ കൂടിയായ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുൻകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരായ ഇമാമുകൾ ശരീഅത്തുൽ ഇസ്ലാമിനെ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പഠിപ്പിച്ച ദീൻ അത് ഇസ്ലാമിക ശരീഅത്താണ് എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം മഹാന്മാരായ ഇമാമുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ ശരീഅത്ത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് വാദിക്കുന്നവരാണ് കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ. അവർ ചെയ്യുന്നതൊക്കെയും അവർക്ക് പ്രത്യേകമായി അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന വാദമുന്നയിക്കുന്നവരാണ്. അത്തരക്കാരായ കക്ഷികളിൽ നാം വിശ്വാസികൾ പെട്ടുപോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് ഒരു പ്രത്യേക കാലഘട്ടമുണ്ടായിരുന്നു. അള്ളാഹുവിലേക്ക് പൂർണ്ണമായും ലയിച്ചു ചേർന്ന ആ കാലഘട്ടത്തിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ അള്ളാഹു എന്ന ചിന്തയിൽ മാത്രം മുഴുകിക്കഴിഞ്ഞ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മരുഭൂമിയിലൂടെ തനിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ സമീപത്തേക്ക് അന്തരീക്ഷത്തിൽ നിന്നും ഒരു അശരീരി കേൾക്കുകയാണ്. എന്താണ് അശരീരി കേൾക്കുന്നത്? യാ അബ്ദുൽ ഖാദിർ, ബഹുമാനപ്പെട്ടവരെ വിളിക്കുകയാണ്. ബഹുമാനപ്പെട്ടവര് മുകളിലേക്ക് നോക്കിയപ്പോൾ സ്വർണ്ണത്തളികയിൽ ഭക്ഷണവും വെള്ളവും ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണപാനീയം കുടിക്കൽ നമുക്ക് ശരീഅത്തുൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ഇത് ഉപയോഗിക്കും എന്ന് ആശങ്കപ്പെട്ടപ്പോ ആ ശബ്ദം വീണ്ടും വരികയാണ്, ഞാൻ അല്ലാഹുവാണ്, നിനക്ക് വേണ്ടി ആ ഹറാമിനെ ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു. അത് സാധാരണക്കാരായ ആളുകൾക്കുള്ള ശരീഅത്താണ്, താങ്കൾ ത്വരീഖത്തിൽ കടന്ന ആളാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ത്വരീഖത്ത് ശരീഅത്തിന്റെ നിയമമാണ്, നിങ്ങൾക്ക് ഞാനത് ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹറാമാക്കി പഠിപ്പിച്ച ഒരു കാര്യം അത് എനിക്കെങ്ങനെ ഹലാലാകും? അത് എന്നെ വഞ്ചിക്കാൻ വന്ന ശൈത്വാനാണ്, പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവനെ ആട്ടി ഓടിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹറാം ത്വരീഖത്തിൽ കടന്നു എന്നതിൻ്റെ പേരിൽ ഒരാൾക്കും അത് ഹലാലാവൂല. അതുകൊണ്ട് തന്നെ ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിച്ച മഹാന്മാരായ നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ചത് മഹത്തുക്കളായ പണ്ഡിതന്മാരെ വിവരിച്ചു തരുന്ന ഇസ്ലാമിക നിയമത്തിനപ്പുറം അത് ത്വരീഖത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ടോ മറ്റോ ആരെങ്കിലും കടന്നു വരുന്നുവെങ്കിൽ അവരൊക്കെയും വ്യാജന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരീഅത്തിനെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുന്നതിനാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ശരീഅത്തുൽ ഇസ്ലാമിൽ കറാഹത്തായ ഒരു കാര്യമാണെങ്കിൽ പോലും ത്വരീഖത്തിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് കറാഹത്തല്ലേ, അതെങ്കിൽ ചെയ്തു കളഞ്ഞേക്കാം എന്ന് ചിന്തിക്കാൻ പാടില്ല. ത്വരീഖത്തിൽ കടന്നവർ കറാഹത്തായ കാര്യം പോലും ഹറാമിന്റെ ഗൗരവത്തിൽ കണ്ട് ഹറാമ് കൈയൊഴിയുന്നത് പോലെ കറാഹത്തും കൈയൊഴിയുന്ന തലത്തിലേക്ക് ഉയരുന്നതിനാണ് ത്വരീഖത്തിൽ കടക്കുക എന്ന് പറയുന്നത് എന്ന് സൈനുദ്ദീൻ കബീർ മഅ്ബരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കിയയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വാസികളെ ഇസ്ലാമിന്റെ ദായിറയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള ധാരാളം വ്യാജ ത്വരീഖത്തുകാർ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് കടന്നുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറന്തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ യമനിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വന്ന് നമ്മുടെ കേരളത്തെ മലപ്പുറം കേന്ദ്രീകരിച്ച്, മലപ്പുറത്തെ മമ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ആത്മീയമായ വലിയ ഔന്നിത്യം പ്രാപിച്ച് ഖുതുബുസ്സമാൻ എന്ന പദവിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ വളരെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. വലിയ വിലായത്ത് ലഭിച്ച വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളാണ് ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾക്ക് ഖുതുബുസ്സമാൻ എന്ന പേര് ആദ്യമായി വിളിച്ചത്. ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ശിഷ്യനായ മുരീദായിരുന്ന വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളെ സമീപമുണ്ടായിരുന്നില്ല. പക്ഷേ വഫാത്തായ വിവരം കറാമത്ത് കൊണ്ട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ നിമിഷക്കവിയായിരുന്ന ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ചൊല്ലി, ഖുതുബുസ്സമാനി സിറാജുൽ അർളി സയ്യിദുനാ മിൻ ദാരി ദുനിയ ഇലാ ദാരിൽ ബഖാഇ സറാ. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ചൊല്ലുകയാണ്, ഖുതുബുസ്സമാൻ, ഈ കാലഘട്ടത്തിന്റെ ഖുതുബായിരുന്ന ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ നമ്മുടെ നേതാവാണ്, സയ്യിദാണ്, മഹാനവറുകൾ മിൻ ദാരി ദുനിയ ഇലാ ദാരിൽ ബഖാഇ സറാ, നൈമിഷികമായ ഈ ഐഹിക ലോകത്ത് നിന്ന് എന്നെന്നും ബാക്കിയാകുന്ന അനശ്വരമായ പരലോകത്തേക്ക് യാത്ര പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് കറാമത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ വഫാത്തിന്റെ വിവരം പ്രഖ്യാപിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങളുടെ കാലഘട്ടത്തിലും മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കള്ളത്വരീഖത്തുകാർ, ആ കള്ളത്വരീഖത്തിനെതിരെ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ ദീർഘമായി അവരുടെ വാദങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് കവിത എഴുതിയിട്ടുണ്ട്. അവിടുന്ന് അവരുടെ പുത്തൻ വാദങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് വളരെ കൃത്യമായി പ്രാമാണികമായി രചനകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോഴും ധാരാളം കള്ളത്വരീഖത്തുകാർക്കെതിരെ നടപടി സ്വീകരിച്ചതായി കാണാൻ കഴിയും. എന്തായിരുന്നു കാരണം? അവരുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പേര് പറഞ്ഞ് ആ ഔലിയാക്കളുടെ കദമിലാണ്, അവരുടെ അതേ വഴിയിലാണ് ഞങ്ങളുള്ളത്, ഞങ്ങളുടെ വഴിയിലേക്ക് വന്നവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ആത്മീയ വഴിയിൽ പ്രവേശിച്ചവർ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കള്ളത്വരീഖത്തിന്റെ എക്കാലത്തെയും അവരുടെ ശൈലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലും
അതിനുശേഷമുള്ള മഹത്തുക്കളായ ഇമാമിങ്ങളുടെ കാലഘട്ടത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള കള്ളന്മാരും വ്യാജന്മാരും വന്നിട്ടുണ്ട്. അത്തരം വ്യാജന്മാരിൽ നിന്ന് വളരെ കരുതലോടെ നിൽക്കേണ്ടതുണ്ട് എന്ന് മഹത്തുക്കളായ നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായി നമ്മെ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇക്കാലഘട്ടത്തിലും ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളുടെ പേരിൽ ധാരാളം വ്യാജ തുരീഖത്തുകാർ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു വ്യാജ തുരീഖത്തുകാരൻ അദ്ദേഹത്തിന്റെ വാദം എന്ന് പറയുന്നത് നിസ്കാരം നിർബന്ധമില്ല എന്ന വാദമാണ്. നഊദു ബില്ലാഹ്. നിസ്കാരം നിർബന്ധമില്ല എന്ന് ഒരാൾ വാദിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് ഇസ്ലാമിന്റെ എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും കാണുന്നത്. ഒരു മനുഷ്യൻ ജീവനുണ്ടെങ്കിൽ, ജീവനും അദ്ദേഹത്തിന് ബുദ്ധി ബോധവുമുണ്ടെങ്കിൽ നിസ്കാരം ഒഴിവാക്കാൻ ഒരു വകുപ്പുമില്ല. നോമ്പ് ആരോഗ്യമുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ എടുത്താൽ മതി, ഹജ്ജിന് സാധ്യമാകുമെങ്കിൽ പോയാൽ മതി. എന്നാൽ നിസ്കാരത്തിന്റെ വിഷയം അങ്ങനെയല്ല. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിയാണ്, ശരീരം ഒട്ടുമേ ചലിപ്പിക്കാൻ കഴിയില്ല. എന്നാലും ഇസ്ലാമിക ശരീഅത്ത് പറയും അവനോട് നിസ്കരിക്കണം, നിന്റെ മനസ്സുകൊണ്ടെങ്കിലും നിസ്കരിക്കണം. ഒരു വകുപ്പിൽ എങ്ങനെയാണോ സാധ്യമായത് അപ്രകാരം നിസ്കരിക്കണം. നിൽക്കാൻ കഴിയില്ലേ, ഇരുന്നോ. അവിടെ തന്നെ പറഞ്ഞു, നിനക്ക് ഒരാളെ ശമ്പളം കൊടുത്തിട്ട് നിന്നെ പിടിച്ച് അയാളുടെ സഹായത്തോടുകൂടെ നിന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ നിസ്കരിക്കണം. അതിന് കഴിയൂലേ എങ്കിൽ ഇരുന്നോ. അതിനും കഴിയൂലേ എങ്കിൽ ചിരിഞ്ഞു കിടന്നോ, ഇല്ലേ മലർന്നു കിടന്നോ. എന്നിട്ട് എനിക്ക് സാധ്യമാകുന്നത് എങ്ങനെയാണോ എപ്രകാരമാണോ അപ്രകാരം നിസ്കരിക്കണം. യാത്രക്കാരനാണെങ്കിൽ യാത്രയിൽ സാധ്യമായ രൂപത്തിൽ നിസ്കരിക്കണം. ഒരു ഘട്ടത്തിൽ പോലും നിസ്കരിക്കേണ്ടതില്ല എന്ന് ശരീഅത്തുൽ ഇസ്ലാം പറഞ്ഞ ഒരു ഘട്ടവും ഒരു മനുഷ്യന്റെയും ജീവിതത്തിലില്ല. ആ നിസ്കാരം നിർബന്ധമില്ല എന്ന് വാദിക്കുന്നവർ കള്ളത്തുരീഖത്തുകാരുണ്ട്. എന്നല്ല, അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് പോകുന്നവർക്കും നിസ്കാരം നിർബന്ധമില്ല. സുബ്ഹാനല്ലാഹ്. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ നിലത്തിട്ട് അതിന്റെ മേലെ ചവിട്ടിക്കയറി നിന്ന് ഈ ഖുർആനിനേക്കാൾ അറിവ് എനിക്കുണ്ട് എന്ന് വാദിക്കുന്ന കള്ളത്തുരീഖത്തുകാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇങ്ങനെ തുടങ്ങി ധാരാളം കള്ളത്തുരീഖത്തുകാർ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവർക്ക് അള്ളാഹു തആല ധാരാളം കഴിവുകൾ കൊടുക്കുന്നുണ്ട് എന്ന് സുന്നത്ത് ജമാഅത്ത് വിശദീകരിക്കുന്നുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറ, അള്ളാഹു തആല ഇവിടെ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ധാരാളം കഴിവുകൾ കൊടുക്കുന്നുണ്ട്. ആ മഹാന്മാരോട് ആ കഴിവുകൾ മുൻനിർത്തിക്കൊണ്ട് സഹായം ചോദിക്കുകയും ചെയ്യാം എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നതും അമ്പിയാക്കളോട് സഹായം ചോദിക്കുന്നതും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. യഅലം അന്നഹു യജൂസു വയഹ്സിനു തവസ്സുൽ വൽ ഇസ്തിഗാസതു ബിൽ അംബിയാഇ വൽ ഔലിയാഇ. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ശിഫാഉസ് സഖാം ഫീ സിയാറത്തി ഖൈറിൽ അനാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. എന്തായിരുന്നു ആ ഗ്രന്ഥം രചിക്കുവാനുള്ള പശ്ചാത്തലം? ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ രംഗത്ത് വരുന്നത്. അദ്ദേഹം രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പാടില്ലെന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിക്കാൻ പാടില്ലെന്നും വാദിച്ചുകൊണ്ട് ഇബ്നു തൈമിയ കടന്നു വന്നപ്പോൾ ആ ഇബ്നു തൈമിയക്ക് വളരെ കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു രചിച്ച കിതാബാണ്, ഗ്രന്ഥമാണ് ലോകപ്രസിദ്ധമായ ശിഫാഉസ് സഖാം ഫീ സിയാറത്തി ഖൈറിൽ അനാം. ആ കിതാബിന്റെ പേര് തന്നെ ഇബ്നു തൈമിയന്റെ മറുപടിയാണ്, ഇബ്നു തൈമിയക്കുള്ള മറുപടിയാണ്. ശിഫാഉസ് സഖാം ഇബ്നു തൈമിയയുടെ രോഗത്തിനുള്ള മരുന്നാണ് ഈ കിതാബ്. ഏത് രോഗമാണ് ഇബ്നു തൈമിയ ബാധിച്ചത്? ഫീ സിയാറത്തി ഖൈറിൽ അനാം. ലോകത്തിന്റെ ഏത് സൃഷ്ടികളുടെയും നേതാവായ ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് വാദിച്ച് രോഗഗ്രസ്തനായ ഇബ്നു തൈമിയയുടെ രോഗത്തിനുള്ള മരുന്ന് എന്ന
പേരിൽ ഒരു കിതാബ് എഴുതി ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു. ആ കിതാബിൽ ബഹുമാനപ്പെട്ടവരും ആയത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ ഉയർത്തിയ ആ പുത്തനാശയങ്ങളെ ഗണ്ണിച്ച് സംസാരിച്ച് ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു എഴുതി, യഅലം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസതു ബിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയണേ ജനങ്ങളെ, മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അമ്പിയാക്കൾ, ആ മഹാന്മാരോട് സഹായം ചോദിക്കൽ പുണ്യകർമ്മമാണ് എന്നത് ഒരു സംശയത്തിനും വകുപ്പില്ലാത്ത വിധം മനസ്സിലാക്കണമെന്ന് മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ ഹബീബായ തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ, അവർക്ക് അല്ലാഹു തആല ധാരാളം കഴിവുകൾ നൽകിയിട്ടുണ്ട്. ആ മഹാന്മാരിലൂടെയാണ് അല്ലാഹു തആല ഈ ലോകത്തിന്റെ നിയന്ത്രണം തന്നെ വെച്ചിട്ടുള്ളത്, ഈ ലോകത്തിന്റെ ക്രമീകരണം തന്നെ വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. അല്ലാതെ ഇവിടെ ലോകത്ത് നേരിട്ട് അല്ലാഹു തആല നിയന്ത്രിക്കുക എന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ചിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങളുണ്ട്. അതാണല്ലോ ഇവിടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ അത് ബോധ്യപ്പെടും. നമുക്ക് രോഗിയായാൽ നമ്മളൊരു ഡോക്ടറെ സമീപിച്ചാൽ ആ ഡോക്ടർ എന്താ പറയാ? നമുക്ക് മരുന്ന് കുറിച്ച് തന്നിട്ട് പറയും, ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് വന്ന് വിവരം പറയണം. അതല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് മാറ്റല്ലെങ്കിൽ ഒന്നും കൂടെ സ്കാൻ ചെയ്യേണ്ടി വരും, ഒന്നും കൂടി പരിശോധന നടത്തേണ്ടി വരും, അല്ലെങ്കിൽ അത് മാറ്റില്ലെങ്കിൽ നിങ്ങൾ വരൂ, ഞാൻ ഒന്നും കൂടി ഡോസ് കൂട്ടിത്തരാം. ഇങ്ങനെ പല രൂപത്തിൽ ഡോക്ടർമാർ പറയും. എന്താ അതിൻ്റെ അർത്ഥം? മരുന്ന് കൊണ്ടേക്കോളൂ, ഉപയോഗിച്ചോളൂ, ശ്രമിച്ചോളൂ, എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റില്ല, ഉറപ്പൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതാണ് അത്. അല്ലാഹു തആല രോഗം തരുന്നവനായ അല്ലാഹു അതിൻ്റെ ശമനത്തിന് വെച്ചിട്ടുള്ള ഒരു കാരണമാണ് ഡോക്ടർമാരെ സമീപിക്കുക. അതൊരു കാരണമാണ്. ആ കാരണവുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല അതിൽ ശിഫ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശിഫ കിട്ടും, ഇല്ല എങ്കിൽ ശിഫയുണ്ടാവില്ല. അപ്പോൾ അല്ലാഹു തആല രോഗശമനത്തിന് ഭൗതികമായ കാരണം വെച്ചിട്ടുണ്ട്, അഭൗതികമായ കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. അഭൗതികമായ കാരണമാണ് മഹാന്മാരെ സമീപിക്കുക. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശാലമായി സൂറത്ത് യൂസുഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർത്ത് കരഞ്ഞതിന്റെ പേരിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാഴ്ചക്ക് മങ്ങലേറ്റിരുന്നു. കാഴ്ചക്ക് മങ്ങലേറ്റ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോഗശമനത്തിന് വേണ്ടി സയ്യിദുനാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജ്യേഷ്ഠന്മാരുടെ കയ്യിൽ കൊടുത്തുവിടുന്ന ഒരു മരുന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസ്വീറാ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഈ ഷർട്ടുമായി എൻ്റെ ഉപ്പയുടെ സമീപത്ത് പോവുക, എന്നിട്ട് ഫഅൽഖൂഹു അലാ വജ്ഹി അബീ, ആ ഷർട്ട് എൻ്റെ ഉപ്പന്റെ മുഖത്ത് കൊണ്ടുപോയി ഇടുക. അങ്ങനെ കൊണ്ടുപോയി ഇട്ടോളൂ, എന്നിട്ട് വന്ന് വിവരം പറയണം എന്നല്ല പറഞ്ഞത്, ഗ്യാരണ്ടിയാ പറയുന്നത്. യഅതി ബസ്വീറാ, വാപ്പക്ക് കാഴ്ച കിട്ടും, 100% ഉറപ്പാണ്. കണ്ടോ, 100% ഉറപ്പാണ്. കാരണം അവിടെ കാഴ്ചയെ സൃഷ്ടിക്കുമെന്ന വിവരം അല്ലാഹു തആല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ യൂസുഫ് നബിക്ക് ഉറപ്പ് പറയാൻ കഴിഞ്ഞു, ഉപ്പയുടെ മുഖത്ത് കൊണ്ടുപോയിട്ടോളൂ, കാഴ്ച തിരിച്ചു കിട്ടും, സംശയം വേണ്ട. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ അല്ലാഹു തആല കാഴ്ചയെ പടക്കുക എന്നതിന് കാരണമാണ്, അഭൗതികമായ കാരണമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് രോഗമായാൽ നിങ്ങൾ 2 ഷിഫായിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. 2 ഷിഫയുണ്ട്. അതെന്താണ്? അൽ അസ്ലു വൽ ഖുർആൻ, അത് തേനും ഖുർആനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന 2 ചികിത്സ, ഒന്ന് ആത്മീയമായ ചികിത്സയാണ്, മറ്റൊന്ന് ഭൗതികമായ ചികിത്സ. അസലി എന്നത് ഭൗതികമായ മരുന്നാണ്, ഔഷധമാണ്. തേനിന്റെ ഔഷധ മൂല്യം വിവരിക്കേണ്ടതില്ലല്ലോ. ഡോക്ടർമാരും ഇന്ന് നമ്മളെ മരുന്നുകളിലുമൊക്കെ ഈ തേൻ ഒരു ചേരുവയായി ചേർക്കുന്നുണ്ട്. ഔഷധ മൂല്യമുള്ള ഒന്നാണ് തേൻ, അതിലൂടെ നമുക്ക് ശിഫ കിട്ടും. അപ്പൊ ഭൗതികമായ കാരണങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം, അതോടൊപ്പം ആത്മീയമായ വഴിയും സ്വീകരിക്കണം. അതാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ ഓതി മന്ത്രിക്കുമ്പോ ശിഫ കിട്ടുന്നു,
ഖുർആനോദി വെള്ളത്തിലൂതിയിട്ട് ആ വെള്ളം കുടിച്ചിട്ട് ശിഫ കിട്ടുന്നു. ഇത് ആത്മീയമായ ചികിത്സയാണ്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തിൽപ്പെട്ട ഒരു സംഘം ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെ അവര് ഒരു വഴിയിലൂടെ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവര് നാട്ടിലെത്തിയപ്പോ നാട്ടിൽ അവിടെ ഒരു പ്രദേശത്ത് ഒരു ബഹളം കാണുകയാണ്. ചെന്ന് അന്വേഷിച്ചു നോക്കുമ്പോ ആ ഗ്രാമത്തിന്റെ തലവൻ അദ്ദേഹത്തിന് പാമ്പ് കടിയേറ്റ് വിഷമേറ്റ് ബുദ്ധിമുട്ടുകയാണ്. സ്വഹാബത്തിനോട് ചോദിച്ചു, അപരിചിതരായ ആളുകളെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചപ്പോ സ്വഹാബത്ത് മുന്നോട്ട് ചെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വിഷം തായോട്ടിറങ്ങുകയാണ്. അദ്ദേഹം പൂർണ്ണ സുഖം പ്രാപിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. സന്തോഷത്തിൽ ആ ഗ്രാമത്തലവൻ അവർക്ക് 40 ആടുകളെ സമ്മാനം കൊടുക്കും. സ്വഹാബത്തിന് സംശയമായി, ഫാത്തിഹ ഓതിയിട്ട് ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചിട്ട് കിട്ടിയത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് സംശയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപം ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉപയോഗിച്ചോളൂ, അതിന്റെ ഒരു വിഹിതം എനിക്കും തന്നോളൂ. ഖുർആൻ ഓതിയിട്ട് കിട്ടിയതില്ലേ, അത് ബറക്കത്താണ്. കണ്ടോ? അപ്പോ അതാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഭൗതികവും അഭൗതികവുമായ കാരണങ്ങൾ, ആ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിന്റെ ക്രമീകരണം വെച്ചിട്ടുള്ളത്. അതിൽ വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. എന്നാൽ അത് നിഷേധിക്കുന്നവരാണ് പുത്തൻവാദികൾ. ആ പുത്തൻവാദികൾ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസത്തിൽ കളങ്കം ചേർക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅ പറയുന്ന യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് മഹാന്മാരായ ഔലിയാക്കളും മൗലിയാക്കളും അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനുള്ള നിമിത്തങ്ങളാണ്. പക്ഷേ ഏത് കഴിവ് ആര് എപ്പോൾ എങ്ങനെ ആർക്ക് എപ്പോൾ എങ്ങനെ ലഭിച്ചാലും അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഏത് സഹായം, ഏത് അനുഗ്രഹം നിങ്ങൾക്ക് ആരിൽ നിന്ന് എപ്പോൾ എങ്ങനെ ലഭിച്ചാലും അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഏത് കഴിവും ഏത് സഹായവും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. എന്നാൽ ആ കഴിവ്, ആ സഹായം നമുക്ക് ലഭിക്കുവാനുള്ള കാരണങ്ങൾ പലതുണ്ട്. അത് ഭൗതികമുണ്ട്, അഭൗതികമുണ്ട് എന്നത് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സലാം സഖാഫി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കൊളത്തൂർ ഉസ്താദ് കുറച്ച് സമയത്തിന് ശേഷം ഇവിടെ എത്തും. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രമാണങ്ങളും ആചാരങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ വിശദീകരിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തി ജമാഅത്തിന്റെ കർമ്മധീര പോരാളികളായി ജീവിപ്പിച്ച് ഇൻഷാ അല്ലാഹ് അവസാനം മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ മുഅ്മിനീങ്ങളായി മരിക്കുവാൻ ഇത്തരത്തിലുള്ള വേദികൾ നമുക്ക് കാരണമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.